ഫക്രുദ്ദീൻ അലി പാലക്കാട് കേട്ട ഒരു കാര്യം, പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഇലക്ഷൻ ഏതുമാകട്ടെ മത്സരിക്കാൻ ഒരേ ഒരാൾ സി കൃഷ്ണകുമാർ എന്നുള്ളതാണ്. അതിപ്പോ പുറത്തുള്ള ആളുകൾ ആക്ഷേപിക്കുന്നത് പോട്ടെ, ഇന്നിപ്പോ നഗരസഭാ അധ്യക്ഷയും കൗൺസിലർമാരും ഈ സെന്റിമെന്റ്സ് പങ്കുവയ്ക്കുകയാണ്. ബി.ജെ.പിയുടെ ആ മേഖലയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന അംഗം എൻ ശിവരാജൻ ഈ സെന്റിമെന്റ്സ് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് ബാറ്റിലിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് മുതൽ പരാജയപ്പെട്ടു പോയ പാർട്ടിയുടെ നേതൃത്വത്തിന് ആ നിലയിൽ തുടരുക എന്നുള്ളത് സാധ്യമാണോ? സാധ്യമാണ്. ഞാനിതിപ്പം കേൾക്കാൻ തുടങ്ങിയൊന്നല്ല. രാജേട്ടൻ ഇവിടെ മത്സരിച്ച സമയത്ത് ഈ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞുകൊണ്ട് ഇന്ന് അഭിലാഷിനും അറിയാലോ, രാജേട്ടനെ കോർപ്പറേഷൻ മേയറാക്കി ഉയർത്തിക്കാണിച്ച് ഇലക്ഷനെ നേരിടുന്നൊക്കെ കേട്ടിരുന്നു. അപ്പം കോർപ്പറേഷൻ തൊട്ടിട്ട് അരുവിക്കര തൊട്ടിട്ട് പാർലമെൻറ്റ് വരെ രാജേട്ടൻ മാത്രമെന്ന് പറയും. അത് പിന്നെ തോൽക്കുമ്പോൾ രാജേട്ടൻ ആയതുകൊണ്ട്, രാജേട്ടൻ ഇവരുടെ ഈ പാർട്ടി ഉണ്ടാക്കിയ ജനസംഘം തൊട്ടിട്ട് വളരെ സജീവൻ സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരും രാജേട്ടൻ, ഞാൻ ഉൾപ്പെടെ ആ സമയത്തും രാജഗോപാലിൽ വിന്നിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. അദ്ദേഹം 2014 വിജയത്തിന് അടുത്തെത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം 2016 നിയമസഭയിലേക്ക് നിയമത്തുനിന്ന് വിജയിക്കുകയും ചെയ്തു. കറക്റ്റ്. ഇതുപോലെ കൃഷ്ണകുമാർ വിന്നിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ഒന്നുമില്ലാത്ത പാലക്കാട്ട് അങ്ങേര് മത്സരിച്ചിട്ടല്ലേ നോക്കൂ, അങ്ങനെ വിട്ട സമയത്ത് മലമ്പുഴ എന്ന CPM-ന്റെ വളരെ സ്ട്രോങ് ഹോൾഡായ സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും കൂടുതൽ അയാൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതിപ്പം ഇതൊരു ബേസിക്കലി നിങ്ങൾ നോക്കിയ വ്യക്തികളല്ലേ, വ്യക്തികൾക്ക് അതിൽ മാർജിനലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ മിശ്രം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നവരെ നിങ്ങൾക്ക് രാജേട്ടനെയും കൃഷ്ണകുമാറിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റും. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ രാജേട്ടൻ ആദ്യമൊക്കെ തോറ്റായിരുന്നില്ല, ആ പടരോണല്ലേ ജയിച്ചിട്ടുള്ളൂ. അതിനുശേഷമല്ലേ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിലൊന്നും കാര്യമല്ല. അല്ല, പക്ഷേ ഫക്രുദ്ദീൻ, എന്റെ സംശയം, രാജഗോപാലുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന നേതാവാണോ സി കൃഷ്ണകുമാർ? ഒന്നാമത്തെ പ്രശ്നം, പാലക്കാട് നഗരം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. ഇപ്പോഴല്ല, ജനസംഘത്തിന്റെ കാലത്തിനും അതിനു മുമ്പേ RSSന് വളരെ അടിത്തറയുള്ള പല ഭാഗങ്ങളും പാലക്കാട് നഗരത്തിലുണ്ട്. പക്ഷെ അതൊരു നിയമസഭാ ഇലക്ഷൻ ജയിക്കാൻ തക്കവണ്ണം ഒന്നും വളർന്നിട്ടുമില്ല. അടിസ്ഥാനമുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനമുള്ള മണ്ഡലത്തിൽ പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ ബേസ് ഉള്ളയിടത്ത് അപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെയല്ലേ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടത്? അതെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ മാത്രമല്ല, ക്ഷേത്രങ്ങളൊക്കെ വളരെ സജീവമായുള്ള പല സ്ഥലങ്ങളും സംഘത്തിന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. കോഴിക്കോട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തളി ക്ഷേത്രത്തിനടുത്തുള്ള പ്രദേശങ്ങൾ സംഘത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പം അവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് വോട്ടും കൂടി പുറത്തുനിന്ന് പിടിക്കാൻ പറ്റുന്ന ഒരാൾ, സുരേഷ് ഗോപിനെ പോലെ ആൾ, ശരിയാണ്, അങ്ങനെ ആളെ പേര് അവിടെ വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്താ, ശോഭാ സുരേന്ദ്രൻ ശരിക്കും ഞാൻ ഈ സംഘി എന്നുള്ള വാക്ക് ഉപയോഗിക്കും, കാരണം എനിക്ക് അങ്ങനെ സംഘി കൊങ്ങി പറയുന്നത് ഇഷ്ടമല്ല. കാരണം അവരൊക്കെ റെസ്പെക്റ്റഡ് ആയ പൊളിറ്റീഷ്യൻസാണ്. എങ്കിൽ പോലും സാധാരണക്കാരുടെ ഈ ഭാഷയെ പറയുമ്പോൾ ഒരു സംഖ്യയാണ്. അവർക്ക് എങ്ങനെ കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റുക? അല്ലെ സുരേന്ദ്രൻ, അദ്ദേഹം സംഖ്യയാണ്. അപ്പം മാത്രമല്ല, ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ, നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത്? ഈ TV-യിൽ വന്ന് 4-5 വർത്താനം പറഞ്ഞാൽ മാത്രമേ നേതാവുള്ളൂ. അതൊക്കെ ഇപ്പോഴത്താണ്. ഈ കൃഷ്ണകുമാർ എന്ന നാട്ടുകാരനാണ്, അയാൾക്ക് മറ്റാരെക്കാട്ടും അവിടെ സ്വാധീനമുണ്ട്. അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഡിസ്കഷൻ നടത്തിയായിരുന്നു. ഇപ്പോഴും ഉള്ള 2ാം സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. അപ്പോൾ രാജേട്ടനായിട്ട് രാജേട്ടൻ വേറെ ജനറേഷനിൽപ്പെട്ട നേതാവാണ്, കൃഷ്ണകുമാർ വേറെ അതിനുശേഷം വന്ന ജനറേഷനിൽപ്പെട്ട നേതാവാണ്. സ്വാഭാവികമായിട്ടും ഇപ്പം മുമ്പ് ഇവിടെ 4 സ്ഥലത്ത് ഇവർ അടുത്തടുത്ത് വന്ന് തോൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, നല്ല തിരുവനന്തപുരത്ത് കൊള്ളാവുന്ന ഒരു നായനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിച്ചുകൂടെ. കാരണം തിരുവനന്തപുരം നായനെ കഴിഞ്ഞാൽ തിരുവനന്തപുരം നായന്മാരെ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടല്ല, ബി.ജെ.പിക്ക് ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ ആലോചിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു ബൈ ഇലക്ഷനിൽ പിടിച്ച് നമ്മളെ സുരേഷിനെ പിടിച്ച് നിർത്തി. അതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഉള്ള 2ാം സ്ഥാനം കൂടി പോയി കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എൻ്റെ നടുവിലുണ്ട്. അപ്പോൾ ഇത് വലിയ സംഭവം എന്നല്ല. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ താർ മരുഭൂമിയിൽ വെച്ച് നടത്തുന്നവർ എല്ലാവരും അറിയും. ഈ CPM-ലും BJP-യിലും ഉണ്ടാകുന്ന അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോഷനാണ്. അതിൻ്റെ ഈ കുലുക്കം മാത്രമേ നമ്മൾ അറിയുള്ളൂ. അതാണ് ഇപ്പോൾ. ശരി, അത്രയേ ഉള്ളൂ എന്നാണ് ഫക്രുദ്ദീൻ പറയുന്നത്.